ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ സ്റ്റിക്കാണ്. അതിന് വേണ്ടത് ഒരു 2 ഉരുളൻകിഴങ്ങ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ സ്പൂൺ ഉപ്പ്, ഒരു 3 ടീസ്പൂൺ മൈദ, ഒരു പുതിന അരിഞ്ഞത് 1 ടീസ്പൂണ്, ഒരു കോഴിമുട്ട, പിന്നെ ഒരു 4 ബ്രെഡിൻ്റെ ക്രംസ് നമ്മൾ പൊടിച്ചെടുത്തത്, കാശ്മീരി ചില്ലി മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് തിളപ്പിച്ചിട്ട് വരാം. ഒരു സ്വല്പം ഒന്ന് വെന്തിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് ആക്കുന്നത് പോലെ ആ അളവിൽ ഒന്ന് വെന്ത് കിട്ടണം. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് തിളപ്പിച്ച് ഒന്ന് പൊട്ടറ്റോ ഒന്ന് വേവിച്ചിട്ട് വരാം. അപ്പോൾ ഇത് ഇവിടെ 5 മിനിറ്റ് തിളച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് വെള്ളം വാർത്തി കളയാം. എന്നിട്ടൊന്ന് പരത്തിയിടാം, സ്വല്പം ഒന്ന് ചൂടാറാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി 1 ടീസ്പൂണ്, പിന്നെ ബീഫ് മസാല ഒരു 1/4 ടീസ്പൂൺ, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. സ്വല്പം ഉപ്പ് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള പുതിന അരിഞ്ഞ് വെച്ചിട്ടുള്ള പുതിനയുടെ ഇല ഇതിലേക്ക് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ സ്വല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്റർ ഒന്ന് ശരിയാക്കുക. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ അളവിൽ വേണം ബാറ്റർ റെഡിയാക്കാൻ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. 3 വലിയ പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാവ് എല്ലാത്തുമ്പോഴും നന്നായി പിടിക്കണം. ആ നിലക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് വറുക്കാനുള്ള ഓയിൽ ഫ്ലെയിം ഓണാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് സ്റ്റിക്കാക്കി എടുക്കുക. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കും. നല്ലൊരു ടേസ്റ്റുള്ളൊരു സ്റ്റിക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരാനും പറ്റും. അപ്പോൾ ഇത് ഒരു പുറം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാതും ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ബാറ്ററിൽ ആദ്യം കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലാണ് മുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ലൊരു പുറമൊരു ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മളെ പൊട്ടറ്റോ സ്റ്റിക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ അരിപ്പയിലേക്ക് മാറ്റാം. വറുക്കാനായിട്ട് മാറ്റിയെടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കോരിയെടുക്കും. അങ്ങനെ നമ്മളെ സൂപ്പർ പൊട്ടറ്റോ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ കിച്ചപ്പിൻ്റെ കൂടെ സർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.